ഇന്ന് നമുക്ക് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. മേമ്പൊടി എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഇറച്ചിക്കറി, ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ ആ വിഭവത്തിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടി ചെറിയൊരു പൊടിക്കൈ ചെയ്യും. ഇത് മസാല എന്തെങ്കിലും ഇതുപോലെ നമ്മൾ കേരള സ്പൈസസ് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വ്യത്യസ്ത കോമ്പിനേഷനിൽ വ്യത്യസ്ത ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് പൊടിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതുപോലെ മേമ്പൊടിയായിട്ട് അവസാനം കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുറച്ച് അര ടീസ്പൂണോ 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. അപ്പോൾ അതിന്ന് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിനെ കാണിച്ചു തരാം. എന്നും മഴയില്ലായിരുന്നോ, ഇന്ന് ഇച്ചിരി തെളിവുണ്ട്. അപ്പം തന്നെ രാവിലെ ഞാൻ കുറച്ച് മല്ലി കഴുകി വെയിലത്തിട്ടേക്കുവാണ്. അതും കൂടെ നമുക്ക് പൊടിക്കാനുണ്ട്. മസാലക്കൂട്ടിലിടാനല്ല കേട്ടോ, സെപ്പറേറ്റ് പൊടിച്ച് വെക്കാനാണ്. മസാലക്കൂട്ടിനകത്ത് നമ്മൾ മല്ലി ചേർക്കുന്നില്ല. മസാലക്കൂട്ടിന് ഇനി എന്തൊക്കെ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. കുറച്ച് കറുവാപ്പട്ട വേണം, ഏലക്ക വേണം, ഗ്രാമ്പൂ, തക്കോലം, ബേ ലീവ്സ്, പിന്നെ പെരിഞ്ചീരകം ഇച്ചിരി കൂടുതൽ വേണം. കൂട്ടി തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, അല്ലെങ്കിൽ തക്കോലം എന്ന് പറയും. അതിൻ്റെ കൂടെ വാൽമുളക് വേണം. വാൽമുളക് ഇതിനകത്തൊന്നുമില്ല. സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പാടുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കവറിനകത്ത് തന്നെ വെച്ചേക്കുക. ഇതിപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് കാരണം അതൊന്ന് മൂത്ത് വാങ്ങാറാകുമ്പോഴത്തേനെ നമ്മളിതിടുന്നുള്ളൂ. ഇത് ഇത്രയും ജീരകം വേണം, പെരിഞ്ജീരകം അല്ലേ? പിന്നെ കറുവപ്പട്ട, അതിൻ്റെ കൂടെ നമ്മൾ പെരിഞ്ജീരകം കൂടെ ഇട്ട് ഇതൊന്ന് ഏകദേശം ഒരു പരുവാകുമ്പോൾ ഈ പെരിഞ്ജീരകം ഇട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി ആക്കിയിട്ട് ചൂടോടെ പൊടിക്കണം. നമുക്ക് ഇനി ഈ ഐറ്റംസ് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലക്കൂട്ടിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കേണ്ടത് പെരിഞ്ജീരകം തന്നെയാണ്. നമുക്ക് കാണുമ്പം ക്വാണ്ടിറ്റി കാണുമ്പോൾ സംശയം തോന്നും, ഇച്ചിരി കൂടുതൽ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പൊടിച്ച് കഴിഞ്ഞ് നമ്മൾ കറിയിൽ ചേർത്ത് കഴിഞ്ഞ് കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മസാലപ്പൊടി ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ പൊടിക്കുമ്പോൾ ചെറു ചൂടോടെ വേണം പൊടിക്കാൻ. ഒത്തിരി ചൂട് മുന്നിൽ നിൽക്കാനും പാടില്ല, തണുത്ത് പോകാനും പാടില്ല. 2 ട്രിപ്പായിട്ട് പൊടിക്കുക അല്ലേ? അപ്പോൾ ഇത് ചെറു ചൂടോടുകൂടി വേണം പൊടിക്കാൻ. മസാല കുപ്പിയിലേക്ക് വെക്കുക. ചിക്കന്, ബീഫിന്, പോർക്കിന്, കൂണ് കറി വയ്ക്കുന്നതിന്, കടച്ചക്ക മസാല വെച്ച് വറുത്ത് കറി വയ്ക്കുന്നതിന്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ കറികൾക്കും തന്നെ ചേർക്കുന്നതാണ് ഈ മസാലക്കൂട്ട്. വേണ്ട, 1 സ്പൂൺ വേണ്ട. ആദ്യം ഇച്ചിരിച്ചിട്ട് നോക്കുക, എന്നിട്ട് ആയിരം കേച്ച് അങ്ങോട്ട് ഇടുക. അങ്ങനെ നമുക്ക് ഇടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി കഴിഞ്ഞു. ഇത് നമ്മൾ കാറ്റ് കയറാത്ത ഒരു കുപ്പിക്കകത്ത് കൂടിനകത്തിട്ട് വെക്കണം, അല്ലെങ്കിൽ പൂത്തു പോകും. വേറൊരു ചെറിയ കുപ്പിയിലേക്ക് കുറച്ച് ആവശ്യത്തിന് എടുക്കുക. അപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മസാലക്കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കൂടാൻ ഈ ഒരു മസാലക്കൂട്ട് സഹായിക്കും. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും മല്ലി ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ടെറസിലോട്ട് വന്നതാണ്. ചെറിയ വെയിലാണെങ്കിലും നല്ല സ്ട്രോങ് വെയിൽ തന്നെയാണ്. മല്ലിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയും കൂടെ പൊടിച്ചെടുക്കാം. അതോടുകൂടി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പം വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.